സമയം ഞങ്ങളെ പോലത്തെ ഒരുപാട് എഫക്ട് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിഗ്രി ചെയ്യണം എന്നുള്ളത് ഓൺലൈൻ മുഖാന്തരം, അതും ക്ലാസ് ഇഗ്നോ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മെന്റർമാര് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കത് എന്തായാലും ശരിക്കും കോളേജിൽ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും. നിങ്ങളെ ക്ലാസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോ ഞാൻ 2012 +2 കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ ജോലിക്ക് കയറുകയും അതിന്റെ ഭാഗമായിട്ട് ഡിപ്ലോമയിൽ അവിടെ പങ്കെടുത്ത് അവിടെ ഒരു എക്സാം എഴുതാൻ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അത് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റഡി ഫീൽഡിലേക്ക് മാറുന്നത്. ഇപ്പൊ എനിക്ക് അതിന് വേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തു. ഞാനൊരു റൂം തന്നെ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ സെറ്റപ്പിൽ ഞാൻ ചെയ്ത് ശരിയാക്കിയെടുത്തു. ഇപ്പോ വളരെ ഹാപ്പിയാണ്. ഒന്നാമത് വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട്. വീട്ടില് എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അനിയൻ ഇപ്പൊ പോണ്ടിച്ചേരി PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഓറിയന്റേഷൻ സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ആയി, ഇന്നിപ്പോ 10ാമത്തെ ഓറിയന്റേഷൻ ആണെന്നൊക്കെ. 10 ഓറിയന്റേഷൻ ആണെന്നോ ചോദിച്ചത്. അവൻ പറഞ്ഞ് ഞങ്ങളെ കോളേജിൽ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറഞ്ഞാല് എല്ലാവരോടും പുറത്തിറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി മൊത്തം കറങ്ങി കാണാൻ പറഞ്ഞു. അതാണ് ഓറിയന്റേഷൻ സെഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഞാൻ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ടാണ് ഞാൻ അതിൽ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇനി ഈ വരുന്ന 3 വർഷം കൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കഴിവിന്റെ പരമാവധി ശ്രമിക്കും. അപ്പൊ ഇനി തുടർന്ന് ഹൈക്വേഴ്സിന്റെ കൂടെ ഉള്ള ഒരു 3 വർഷക്കാലം ഉള്ള ജീവിതം അടിപൊളി ആവട്ടെ. ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താലും സൈക്കോളജിയിൽ തന്നെ MA ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അതും ഹൈക്വേഴ്സിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഹൈക്വേഴ്സ് ടീമിനോട് ഞാൻ ഇംപ്രസ്ഡ് ആയത് നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു വേ ഓഫ് തിങ്കിങ്, പിന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ, അത് ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ ഈ IGNOU പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കത് പൊതുവെ കിട്ടാറില്ല. പല ആൾക്കാരും, എൻ്റെ അറിവിലുള്ള പല ടീച്ചേഴ്സും ഒക്കെ IGNOU കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ തന്നെ വിൽ പവർ കൊണ്ട്. സത്യത്തിൽ ഹൈക്വേഴ്സിനെ പോലൊരു ടീം നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ സെക്ഷനിലായിരിക്കണം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഹൈക്വേഴ്സ് ടീമും ഹുസ്ന മാമും കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാലഘട്ടത്തിൽ പ്രായത്തിൽ അത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് തിരിച്ച് എനിക്ക് ഈ ഒരു സമയത്ത് വന്നതിന് മെയിൻ കാരണം ഹൈക്വേഴ്സ് ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഹൈക്വേഴ്സിനോട് നന്ദി പറയുന്നു. സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമാണ്. തുടർന്നുള്ള എൻ്റെ ജേർണിയിൽ എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഹൈക്വേഴ്സ് എന്നൊരു പുതിയൊരു കൺസെപ്റ്റ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, റീസെൻ്റ്ലി ആഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അന്ന് പറഞ്ഞു, അന്ന് ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ നമ്പറിൽ. ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ അങ്ങനത്തെ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്നത്തെ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറഞ്ഞു അവർ. അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഭയങ്കര ഹാപ്പി. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം എന്നെ പോലത്തെ ആൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണെന്ന് മനസ്സിലായി. നമുക്ക് ഹൈക്വേഴ്സിനൊരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ട്, എങ്ങനെയാണ് ആ 3 കൊല്ലം പോകേണ്ടതെന്നുള്ളത്. സാധാരണ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ അങ്ങനെ ആ പോകുന്നതിനടുത്ത് പോയിക്കോട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ നമുക്ക് അത് ശരിക്കും ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 3 വർഷം എങ്ങനെ പോകണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറയാനുള്ള നോർമലി ഇപ്പോൾ അതാണ് നമുക്ക് പ്രശ്നം വരിക, എന്ത് ചെയ്യേണ്ടെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന എല്ലാവരും എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഇതിന് നന്നായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. ഐക്വേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു പ്രതീക്ഷയും വലിയൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ പഠനത്തിന് വലിയ ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ വളരെ ഇൻട്രസ്റ്റിലാണ്. ഇതിൽ എല്ലാ സെഷനിലും കറക്റ്റായിട്ട് ഞാൻ ഫുൾ ടൈം പങ്കെടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. ഫുൾ ഫ്രീ ആയതുകൊണ്ടൊന്നല്ല ചെയ്യണത്. നമ്മളതിനോടുള്ള താല്പര്യം, നിങ്ങളെ ഇൻട്രസ്റ്റ്, നമ്മളെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടെ യോജിക്കുമ്പോഴാണ് അത് സംഭവിക്കണം. നല്ല ക്ലാസ്സാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. പഠിത്തത്തിൽ ഇപ്പൊ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും അത് നിങ്ങൾ നല്ലപോലെ ഞങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഇതേപോലെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ സാധാരണ കോളേജുകളിലൊക്കെയാണ് നടത്താറുള്ളൂ. ഇങ്ങനെ ഒരു ഇതില് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ ഒക്കെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് തന്നെ നല്ലൊരു കാര്യമാണ്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ആണ് കിട്ടുന്നത്. ഇപ്പം ഹൈക്വൈസ് ട്രെയിനിങ്ങിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ക്ലാസ് ഒക്കെയാണ്. എല്ലാ സെഷനും ഒന്നൊന്ന് മെച്ചം തന്നെയായിരുന്നു. 100% ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഞങ്ങളോടൊപ്പം അവസാനം വരെ ഉണ്ടാകും. ഞങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും.
മെന്ററും നമ്മളെ നയിക്കാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന കാര്യമാണ്. IGNOU എല്ലാവർക്കും അതായത് എന്നെ പോലെയുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു ചാൻസ് ആണെന്നുള്ളത്. ഓറിയന്റേഷൻ സെഷൻ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല സെഷൻ ആയിരുന്നു. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാരും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അതിന് നിങ്ങളോട് എത്ര ഹാറ്റ്സ് ഓഫ് ചെയ്താലും മതിയാവില്ല. അത്രയ്ക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രൂപത്തിൽ ഓരോ വീഡിയോസും എത്താൻ കഴിഞ്ഞെന്ന് മനസ്സിലായി. അൽഹംദുലില്ലാ, എന്താ പറയാ, അത് എനിക്കായിട്ട് അള്ളാഹ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് തന്നെയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ 3 ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടത്തെ ഓറിയന്റേഷൻ സെക്ഷനൊക്കെ വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് IGNOU ചെയ്യുന്നുണ്ട്. വലിയ പ്രതീക്ഷകളാണ്. ഏതായാലും ഈ ഒരു ആവേശമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഡിഗ്രി PG യും PhD ഒക്കെ പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു.